ലങ്കയുടെ അധിപനായ രാവണൻ തന്റെ സിംഹാസനത്തിൽ അമർന്നിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് അലയടിക്കുന്നുണ്ടായിരുന്നു. താൻ തട്ടിക്കൊണ്ടുവന്ന സീത ലങ്കയിൽ അശോകവനികയിൽ കഴിയുന്നു. അവളുടെ കണ്ണുകളിൽ ഭയമോ പകയോ ഇല്ല, പകരം സഹനത്തിന്റെ ഒരു നിശബ്ദത മാത്രം. രാവണന്റെ എല്ലാ അധികാരങ്ങളെയും പ്രതാപത്തെയും അവൾ തന്റെ നിശബ്ദത കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു. രാവണൻ തന്റെ ഭൂതകാലം ഓർത്തു. താൻ ഒരു സാധാരണ രാക്ഷസനായിരുന്നില്ല. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരസിദ്ധി, തപസ്സിലൂടെ നേടിയ അറിവ്, ശിവനെ പോലും തകർക്കാൻ പോന്ന വീര്യം, അതൊക്കെയായിരുന്നു തന്റെ സ്വത്വത്തിന്റെ ഭാഗം. രാവണൻ എന്ന പേര് കേട്ടാൽ ദേവന്മാരും അസുരന്മാരും ഒരുപോലെ വിറച്ചിരുന്നു. താൻ ലങ്കയെ സ്വർഗത്തെക്കാൾ സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റി. ഓരോ അണുവിനെയും തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിപ്പിച്ചു. എന്നിട്ടും സീത എന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ താൻ പരാജയപ്പെടുന്നു. അവളെ തട്ടിക്കൊണ്ടുപോയത് തന്റെ അഹങ്കാരത്തിന്റെ പ്രതിഫലനം മാത്രമായിരുന്നു. ശൂർപ്പണഖയുടെ അപമാനം, രാമനോടുള്ള പക, അതൊക്കെ തന്റെ മനസ്സിനെ എരിയിച്ചു. പക്ഷേ ഈ പ്രവൃത്തി തനിക്ക് നൽകിയത് ഒരുതരം ശൂന്യതയായിരുന്നു. സീതയുടെ മനസ്സിൽ രാമൻ എന്ന പേര് മാത്രം. ഒരു നിമിഷം പോലും അവൾ തന്നെ അംഗീകരിച്ചില്ല. രാവണൻ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ഒരു പാറ പോലെ ഉറച്ചുനിന്നു. ഞാൻ ലങ്കയുടെ ചക്രവർത്തിയാണ്, രാവണൻ തന്റെ മനസ്സിനോട് പറഞ്ഞു. എനിക്ക് ആകാശത്തെയും ഭൂമിയെയും കീഴടക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ഈ ഒരു സ്ത്രീയുടെ മുന്നിൽ ഞാൻ ഇത്ര ദുർബലനാകുന്നത്? പക്ഷേ ഉത്തരം അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. രാമൻ എന്ന പേര് ഒരു വ്യക്തിയായിരുന്നില്ല, അതൊരു തത്വമായിരുന്നു. ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകം. രാവണൻ തന്റെ ജീവിതകാലം മുഴുവൻ ആ തത്വത്തെയാണ് വെല്ലുവിളിച്ചത്. രാമനോടുള്ള യുദ്ധം, അത് ഒരു സാധാരണ യുദ്ധമായിരുന്നില്ല, അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് കൂടുതൽ ഭാരമുള്ളതായി. താൻ ചെയ്തത് ശരിയാണോ? തന്റെ പ്രവൃത്തികൾ ഒരു രാക്ഷസന്റെ ചോദനയായിരുന്നോ അതോ ഒരു രാജാവിന്റെ അഭിമാനമായിരുന്നോ? സീതയെ തിരികെ അയച്ചാൽ തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ അവളെ പിടിച്ചുവെച്ചാൽ തന്റെ ആത്മാവ് കൂടുതൽ ഇരുളിലാഴ്ന്നു പോകും. രാവണൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ലങ്കയുടെ നഗരദീപങ്ങൾ മിന്നിമറയുന്നു. ആ സൗന്ദര്യം തന്റെ മനസ്സിനെ അല്പം പോലും ശാന്തമാക്കിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, താൻ ഇത്രയും കാലം നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാൻ പോകുകയാണ്. ഒരുപക്ഷേ ഈ നാശം താൻ അർഹിക്കുന്നുണ്ടാകാം. കാരണം താൻ മറ്റൊരാളുടെ സന്തോഷം കവർന്നെടുത്തു. തന്റെ അഹങ്കാരം ഒരു മഹാസമുദ്രം പോലെ തന്നെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അത് ഭയമായിരുന്നില്ല, അത് ഒരുതരം നിസ്സഹായതയായിരുന്നു. താൻ കീഴടക്കിയ ലോകം മുഴുവൻ തന്റെ കൈവെള്ളയിലുണ്ടായിട്ടും താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒന്ന്, സീതയുടെ മനസ്സിലെ ഒരു ചെറിയ ഇടം, അത് മാത്രം തനിക്ക് ലഭിച്ചില്ല.